Hello everyone, this is CMA Nishanth Reghunath welcoming you to a new video under my study for income tax. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പെർക്വിസിറ്റ്സിൻ്റെ ബേസിക്സും ഫണ്ടമെന്റൽസും അതിൻ്റെ കോൺസെപ്റ്റ്സും എല്ലാം ക്ലിയറായി പഠിച്ചു അല്ലേ? ഈ വീഡിയോ തൊട്ട് നമ്മൾ പെർക്വിസിറ്റ്സിൽ വരുന്ന ഓരോ ഐറ്റംസിനെയും ഇൻ ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. Alright, so this video will be the second part of our study for the topic of perquisites. And from this part onwards, നമ്മൾ ഈ കംപ്ലീറ്റ് സ്റ്റഡിയിൽ വരുന്ന പെർക്വിസിറ്റ്സ് എന്നുള്ള ടോപ്പിക്കിൽ കംപ്ലീറ്റ്ലി വരുന്ന ഓരോ ഐറ്റംസിനെയും ഇൻ ഡെപ്ത് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അതായത് ഒരു എംപ്ലോയിക്ക് താമസത്തിനായിട്ട് ഒരു അക്കോമഡേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കൺസെഷണൽ റെന്റിന് കൊടുക്കാം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഐറ്റം എന്നുള്ളത്. ദിസ് ഈസ് നത്തിങ് ബട്ട് എ കേസ് വെയർ an employer provides an employee with an accommodation facility. അത് താമസത്തിന് ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അലവൻസ് കൊടുക്കുകയല്ല, ക്യാഷ് കൊടുക്കുകയല്ല, മറിച്ച് ഒരു വീട് തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് നോട്ട് സെയിം ആസ് HRA. HRAയിൽ എന്താ ക്യാഷ് കൊടുക്കല, ഇവിടെ ക്യാഷ് കൊടുക്കലല്ല, താമസത്തിന് റെന്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പേയ്മെന്റ് ഒന്നും എംപ്ലോയർ കൊടുക്കുന്നില്ല, മറിച്ച് ഒരു വീട് തന്നെ കൊടുക്കുകയാണ് അല്ലേ? ഹിയർ ആൻ ആക്ച്വൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഈസ് പ്രൊവൈഡഡ്. ഫൈൻ. അപ്പോൾ ഈ പെർട്ടിക്കുലർ പെർക്വിസിറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി, റൈറ്റ്? അപ്പോൾ ഈ പെർട്ടിക്കുലർ പെർക്വിസിറ്റിന്റെ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? ഇപ്പം എംപ്ലോയിക്ക് ഒരു വീട് കൊടുക്കുകയാണ്, ആ വീട് എംപ്ലോയി ആക്റ്റീവ്ലി യൂസ് ചെയ്യാണ്. ഇപ്പം എംപ്ലോയിക്ക് ഡെഫിനറ്റ്ലി ഒരു ബെനിഫിറ്റ് കിട്ടുക അവിടെ അല്ലേ? ഈ ബെനിഫിറ്റ് സാലറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. എംപ്ലോയർ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണിത്. അപ്പോൾ ഈ വീടിന്റെ വാല്യൂവിന് ഒരു ടാക്സബിലിറ്റി വരണ്ടേ? കാരണം എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ് അല്ലേ? അപ്പം എങ്ങനെ ഈ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും? ആ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് പെർക്വിസിറ്റിനെ ഫോളോയിങ് സ്റ്റെപ്സിൽ കാറ്റഗറൈസ് ചെയ്യണം. ആദ്യം ഫസ്റ്റ് നമ്മുടെ ഈ എംപ്ലോയി ഇല്ലേ, പറയുന്ന എംപ്ലോയിയെ കാറ്റഗറൈസ് ചെയ്യണം. വെദർ ദി എംപ്ലോയി ഇസ് എ ഗവൺമെന്റ് എംപ്ലോയി ഓർ നോൺ ഗവൺമെന്റ് എംപ്ലോയി. അതായത് നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ RFA എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐറ്റം എടുക്കുകയാണെങ്കിൽ അതിന് ആദ്യം എംപ്ലോയിയുടെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യുക. അത് ഗവൺമെൻറ്റും നോൺ ഗവൺമെൻറ്റും. ഓക്കെ, ഞാൻ NG എന്നുള്ള ഷോർട്ട് ഫോം ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഗവൺമെൻറ് എംപ്ലോയിക്ക് കൂടുതൽ പണിയൊന്നുമില്ല. നോൺ ഗവൺമെൻറ് ആണെങ്കിൽ പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന വീടിൻ്റെ ബേസിസിൽ വെദർ ദി ഹൗസ് ഇസ് ഓൺഡ് ബൈ എംപ്ലോയർ ഓർ ഹയേർഡ് ബൈ എംപ്ലോയർ. ഈ കൊടുക്കുന്ന വീടേ എംപ്ലോയർ കൊടുക്കുന്ന വീട് എംപ്ലോയറിൻ്റെ സ്വന്തം വീടാണോ അല്ലെങ്കിൽ എംപ്ലോയർ ഓൺ ചെയ്തതാണോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ വരുന്നത്. അത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമാണ്. ഹയേർഡ് ആണെങ്കിൽ സിമ്പിളാണ്, ഒരു ബേസിക് സ്റ്റാൻഡേർഡ് രീതിയുണ്ട് കണ്ടുപിടിക്കാൻ. ഓൺഡ് ആണെങ്കിൽ പിന്നെയും ഒരു കാറ്റഗറൈസേഷൻ വരും, ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദ പ്ലേസ് വേർ ദി ഹൗസ് ഇസ് പ്രൊവൈഡഡ്. അതായത് എംപ്ലോയറിൻ്റെ സ്വന്തം വീടാണ് കൊടുക്കുന്നതെങ്കിൽ ആ വീടിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ആ വീട് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പോപ്പുലേഷൻ്റെ ബേസിസിൽ വേണം കാൽക്കുലേഷൻ നടത്താൻ. ഓൾറൈറ്റ്, സോ വാല്യുവേഷൻ ഓഫ് HRA is based on the following analysis. First, analyze who the employee is. ഗവൺമെൻറ് ആണോ നോൺ ഗവൺമെൻറ് ആണോ? ഗവൺമെൻറ് ആണെങ്കിൽ സിമ്പിൾ, ഒന്നുമില്ല, അവിടെ ലൈസൻസ് ഫീ എന്ന് പറഞ്ഞ ഐറ്റമാണ് വാല്യൂ. നോൺ ഗവൺമെൻറ് ആണെങ്കിൽ വീടിൻ്റെ ബേസിൽ ഒരു വാല്യൂഷൻ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എംപ്ലോയിയുടെ ബേസിസിൽ ഇവിടെ ഹൗസിൻ്റെ ഓണർഷിപ്പിൻ്റെ ബേസിസിൽ, ഓൾറൈറ്റ്, ഓണർഷിപ്പിൻ്റെ ബേസിൽ വാല്യൂഷൻ കൊണ്ടുവരിക, ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരിക. ഓൺ ബൈ ദി എംപ്ലോയർ, ഹയർഡ് ബൈ ദി എംപ്ലോയർ. ഇനി ഓൺഡ് ആണെങ്കിൽ ആ ഓൺ ചെയ്യുന്ന ഹൗസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പോപ്പുലേഷൻ്റെ ബേസിസിലും ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരും. ദാറ്റ്സ് ഹൗ യു ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ പെർക്വിസിറ്റ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറീസിനുള്ള വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ഒരു ചാർട്ടിലൂടെ കാണാം. ലെറ്റ്സ് ഗോ ടു ദ ചാർട്ട് നൗ. സോ യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ചാർട്ട്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ കാലത്തെ നമ്മളൊരു വീട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് നമുക്ക് കിട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുള്ളി ഫർണിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും അല്ലേ? ഫുള്ളി ഫർണിഷ്ഡ് എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഫർണിഷിങ്സ് ഒന്നും ഇല്ലാത്ത നോ ഫർണിഷിങ്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഈ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഫർണിഷ്ഡ് ആയിട്ടും കൊടുക്കാം, നോട്ട് ഫർണിഷ്ഡ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ വീടിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ചാർട്ട് ഉപയോഗിക്കുന്നത്. അതായത് നോട്ട് ഫർണിഷ്ഡ്, അൺഫർണിഷ്ഡ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഈ ചാർട്ട് ഉപയോഗിക്കുന്നത്.
അതിൻ്റെ പുറമെ എന്തെങ്കിലും ഫർണിഷിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഫർണിഷിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക രീതിയുണ്ട് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ വീട് വിത്ത് ഫർണിഷിങ്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വീടിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. അത് ജസ്റ്റ് ദാറ്റ് ബിൽഡിംഗ്. എന്നിട്ട് അതിൻ്റെ കൂടെ ഫർണിഷിങ്സിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ ഹൗസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും, ഹൗസ് വാല്യൂയുടെ കൂടെ ഫർണിഷിംഗ് വാല്യൂയും കൂടെ കണ്ടുപിടിക്കും. അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴാണ് ടോട്ടൽ വാല്യൂ ആവുന്നത്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഫൈൻ, റൈറ്റ്. അപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ആദ്യം എംപ്ലോയിയുടെ കാറ്റഗറിയുടെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ഗവൺമെൻറ് എംപ്ലോയി, പ്രൈവറ്റ് എംപ്ലോയി, റൈറ്റ്. ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ സിമ്പിളാണ്. ഡ്രോ സ്ട്രേറ്റ് ലൈൻ. The value of the unfurnished accommodation will be license fee. Unfurnished value എന്ന് പറയുന്നത് ലൈസൻസ് ഫീ എന്നുള്ളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ്. അത് നിയമപ്രകാരം ഡിറ്റർമൈൻ ചെയ്ത ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളതിന് കണ്ടുപിടിക്കുകയൊന്നും വേണ്ട. ക്വസ്റ്റിനിൽ പറയും ഇന്ന എംപ്ലോയിക്ക് ഇന്ന വീടിന് ഇതാണ് ലൈസൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. റൈറ്റ്. പ്രൈവറ്റ് എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യും? വീടിൻ്റെ ഓണർഷിപ്പിൻ്റെ ബേസിസിൽ ഒരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരും. ദ ഹൗസ് ഓൺഡ് ബൈ എംപ്ലോയർ, ഹൗസ് ഹയേർഡ് ബൈ എംപ്ലോയർ. ഹയേർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ദി ലോവർ ഓഫ് 15% ഓഫ് സാലറി ആൻഡ് ഹയർ ചാർജസ്. അതായത് ആക്ച്വലി എന്ത് എംപ്ലോയർ ആ വീടിന് വാടക കൊടുക്കുന്നു, എംപ്ലോയർ ഹയർ ചെയ്താണല്ലോ, അപ്പോൾ എംപ്ലോയർ ഒരു വാടക കൊടുക്കുമല്ലോ വീടിന്, ആ ചാർജസും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ എംപ്ലോയിയുടെ അവിടെ താമസിക്കുന്ന എംപ്ലോയിയുടെ സാലറിയുടെ 15%. ഒന്ന് ഓർക്കുക, ഇവിടെ സാലറി എന്ന് പറഞ്ഞതിൽ കുറച്ചധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. നമ്മൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് കണ്ടില്ലേ, സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പ്ലസ് DA പ്ലസ് FPS, പെർസെൻറ്റേജ് FPS, NED എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ സാലറിക്കും കുറേ ഇൻക്ലൂഷൻസ് വരുന്നുണ്ട്. അതെന്താ നമ്മൾ വഴിയെ കാണും. റൈറ്റ്. ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പോപ്പുലേഷൻ്റെ ബേസിസിലായിരിക്കും. സോ ഫോർ ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഈ പോപ്പുലേഷൻ സംഖ്യ X ആയിട്ട് കരുതുകയാണ്. ഓൾ റൈറ്റ്. ഫസ്റ്റ് കാറ്റഗറി, നമ്മുടെ മൊത്തം പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കവിയുന്നില്ല. X less than or equal to 10 lakhs. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് ദി അൺഫർണിഷ്ഡ് ഹൗസ് വിൽ ബി 7.5% ഓഫ് സാലറി. ഇനി രണ്ട്, ഈ വീട് കൊടുക്കുന്ന സ്ഥലത്ത് 10 ലക്ഷത്തെക്കാട്ടും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ട്, പക്ഷേ 25 ലക്ഷം കവിയുന്നില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 lakhs. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ എംപ്ലോയിയുടെ സാലറി എടുക്കുക, സാലറിയുടെ 10% വീടിൻ്റെ വാല്യൂ. ഇനി 25 ലക്ഷത്തിന് മുകളിലേക്ക് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണെങ്കിലോ 15% സാലറിയുടെ വാല്യൂ. ഓൾ റൈറ്റ്. ഇതാണ് ദ ബേസിക് വേ ഓഫ് ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഇനി ഇതുമല്ലാണ്ട് വേറൊരു സ്പെഷ്യൽ കാറ്റഗറി ഇവിടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടൽ. ഒരു ഹോട്ടലിലാണ് താമസം കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ വഴിയെ നോട്ട്സിൽ കാണും. ഇതിൻ്റെ ഇടയിൽ കുറച്ച് മിസ്സലേനിയസ് നോട്ട്സ് ഞാൻ പറഞ്ഞു, അതിൽ കാണും. ഓൾ റൈറ്റ്. ഇവിടെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല അതിനെ, കാരണം അത് ഈ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് സെൻസ് ഉണ്ടാവില്ല. റൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ അൺഫർണിഷ്ഡ് വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ. ഇനി എന്തെങ്കിലും ഫർണിഷിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുപിടിച്ച അൺഫർണിഷ്ഡ് വാല്യൂ, ലെറ്റ് ഇറ്റ് ബി ലൈസൻസ് ഫീ ഓർ എനി പെർസെൻറ്റേജ് ഓഫ് ദ സാലറി, അതിനെടുക്കുക. അതിൻ്റെ ആഡ് ഫർണിഷിംഗ് പ്രൊവൈഡഡ്. ഈ ഫർണിഷിംഗ് ഓണറിൻ്റെ സ്വന്തമാണെങ്കിൽ, ഓണർ കാശ് കൊടുത്ത് മേടിച്ച ഫർണിഷിംഗ് ആണെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ 10%, മൊത്തം വാല്യൂ എത്രയാണ് 50,000 രൂപയുടെ ഫർണിച്ചർ, അതിൻ്റെ 10% 5,000 രൂപ ആഡ് ചെയ്യുക. ഇനി അല്ല ഓണർ ഹയർ ചെയ്താണെങ്കിലോ ആക്ച്വൽ ഹയർ ചാർജസ് ആഡ് ചെയ്യുക. മനസ്സിലായോ? സോ ഹൗസിൻ്റെ വാല്യൂ കിട്ടി, ഈ പറഞ്ഞ ലൈസൻസ് 7.5% ആ രീതിയിൽ പ്ലസ് ഫർണിഷിംഗ് ആഡ് ചെയ്തു. അത് ഓണറിൻ്റെ സ്വന്തമാണെങ്കിൽ 10% ഓഫ് ദി കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, ഓണർ ഹയർ ചെയ്താണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ്. അങ്ങനെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ വിച്ച് ഇസ് ഫർണിഷ്ഡ്. ഇങ്ങനത്തെ ഷോർട്ട് ഫോം ഒന്നും ഇല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് എഴുതി സമയം കളയാൻ വെച്ചിട്ടാണ് ഞാൻ ഷോർട്ട് ഫോംസ് ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇപ്പോൾ ഈ ചാർട്ട് മനസ്സിലായി, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി, എങ്ങനെ നമ്മൾ അതിനെ അനലൈസ് ചെയ്യണമെന്ന്. പക്ഷേ ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട് നമ്മൾ അറിയാനുള്ളത്. ഓരോന്നായിട്ട് കാണാം. അതിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, എംപ്ലോയർ പ്രൊവൈഡ്സ് അക്കോമഡേഷൻ ഇൻ എ ഹോട്ടൽ. എംപ്ലോയർ എംപ്ലോയിക്ക് ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുക. സേ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് എംപ്ലോയർ നിങ്ങളെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുകൊണ്ടേ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഡൽഹിയിലോ ബോംബെയിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പോസ്റ്റ് ചെയ്യണ സമയത്ത് എംപ്ലോയർ പറയുക, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് വീട് തരാമെന്ന്, പക്ഷേ എനിക്ക് പെട്ടെന്ന് വീട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, തൽക്കാലം നിങ്ങളൊരു ഹോട്ടലിൽ നിൽക്കുക, ആ ഹോട്ടൽ എക്സ്പെൻസസ് ഞാൻ നോക്കിക്കോളാം. ഓൾ റൈറ്റ്.
തൽക്കാലം ഒന്ന് ഹോട്ടലിൽ നിൽക്കും എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് പറയും, നമ്മൾ സമ്മതിക്കും. ഓക്കെ സാർ, കുഴപ്പമില്ല സാർ, സെറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. കാരണം എന്തിനാണ്, ടൈം എടുക്കുമല്ലോ. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ എംപ്ലോയർ ആരാ എംപ്ലോയി ആരാ അങ്ങനത്തെ വലിയ സ്പ്ലിറ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. വാല്യൂ ഓഫ് അക്കോമഡേഷൻ വിൽ ബി 24% of salary or actual charges paid by the employer to the hotel. അതായത് ഇതുപോലെ ലോവർ ഓഫ് 24% of salary or actual hire charges. അത് ഓണർ വീട് കൊടുക്കുന്നു, പ്രൈവറ്റ് എംപ്ലോയിക്ക് വീട് കൊടുക്കുന്നു, ആ വീട് ഹയർ ചെയ്താണെങ്കിൽ എന്തായിരുന്നു 15% of salary or actual hire charges, whichever is lower. ഇവിടെ 15നെ മാറ്റി 24 ആക്കി. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹോട്ടലിലെ താമസം, ഞാൻ തൊട്ടും പറഞ്ഞ എക്സാമ്പിളില്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി, അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണെങ്കിൽ ആൻഡ് ഈ എംപ്ലോയി ഹോട്ടലിൽ 15 ദിവസത്തിന് കൂടുതലും താമസിക്കുന്നില്ലെങ്കിൽ, അതായത് എംപ്ലോയിയെ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഡൽഹിയിൽ താമസം അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതാറ് ഒന്ന് ഹോട്ടലിൽ കുറച്ച് ദിവസം താമസിക്കാൻ പറഞ്ഞു. 15 ദിവസത്തിനുള്ളിൽ എംപ്ലോയിക്ക് വീട് അറേഞ്ച് ചെയ്യുകയും എംപ്ലോയി അവിടെ നിന്ന് മാറി സ്വന്തം, അതായത് ഈ കൊടുക്കുന്ന റെന്റ് ഫ്രീ അക്കോമഡേഷനിലേക്ക് മാറുകയാണെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല, ഫ്രീയാ. അതിന് ടാക്സിബിലിറ്റി എംപ്ലോയിയെ സംബന്ധിച്ച് വരുന്നില്ല. എംപ്ലോയി അവൻ്റെ സ്വന്തം ടാക്സിബിൾ സാലറിയിൽ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് എന്ന് പറഞ്ഞ് വാല്യൂ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 15 ദിവസത്തിൽ കവിയുന്നില്ലെങ്കിൽ, 15 ദിവസം കവിഞ്ഞാൽ മാത്രം ആഡ് ചെയ്താൽ മതി. സോ ഇഫ് ദി എംപ്ലോയർ പ്രൊവൈഡ്സ് അക്കോമഡേഷൻ ഇൻ എ ഹോട്ടൽ ആൻഡ് ഇഫ് ഇറ്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓർ അപ്പോയിൻമെന്റ് ഓർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിട്ടാണ് അക്കോമഡേഷൻ കൊടുക്കുന്നതെങ്കിൽ ആൻഡ് ഇഫ് ദി ടോട്ടൽ പീരിയഡ് ഓഫ് ദി അക്കോമഡേഷൻ ഡസ് നോട്ട് എക്സീഡ് 15 days, അങ്ങനെയാണെങ്കിൽ then no taxability. Understood? Simple, right? Simple. എളുപ്പമല്ലേ? അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഹോട്ടൽസിൻ്റെ അത്ര ഉള്ളൂ പറയാനായിട്ട്. ഇനി വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇവിടെ സാലറി എന്ന് പലവണ പറഞ്ഞു അല്ലേ. 24% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി, 10% ഓഫ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടണം? ഈ കാണുന്നത് മുഴുവൻ കൂട്ടണം. ഇതെന്താ ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ ലെസൺസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ കാണുന്ന ബേസിക് DAFPS, എനി കമ്മീഷൻ, എനി അതർ ടാക്സബിൾ അലവൻസ്, എക്സ് ഗ്രാഷ്യ, ബോണസ്, ഓവർ ടൈം, മോണിറ്ററി സാലറി റിസീവ് ഫ്രം എനി അതർ എംപ്ലോയർ അറ്റ് ദാറ്റ് പീരീഡ് ഈക്വൽസ് സാലറി ഫോർ ദ പർപ്പസ് ഓഫ് അക്കോമഡേഷൻ ഫെസിലിറ്റി. ഇത്രയും കാര്യങ്ങൾ കൂട്ടണം. റൈറ്റ്, ഇതാണ് റെന്റ് ഫ്രീ അക്കോമഡേഷനും അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും വൈൽ ഡിറ്റർമൈനിങ് ദ വാല്യൂ ഓഫ് ദ പെർക്വിസിറ്റ്. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ എനിക്കിവിടെ പറഞ്ഞു തരാനുണ്ട്. അത് certain cases where rent-free accommodation is not taxable. Rent-free accommodation ടാക്സ് ചെയ്യേണ്ടാത്ത ചില സ്പെഷ്യൽ സിനാരിയോസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു എംപ്ലോയിക്ക് വീട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ടാക്സ് ചെയ്യണ്ട എന്നാണ് ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്. സിനാരിയോ നമ്പർ വൺ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ റിമോട്ട് ഏരിയ. അതായത് എംപ്ലോയിക്ക് ഒരു സ്ഥലത്ത് അക്കോമഡേഷൻ കൊടുക്കുന്നു. ഓൾറൈറ്റ്, എംപ്ലോയിക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നു. ആൻഡ് ദിസ് പെർട്ടിക്കുലർ പ്ലേസ്, ഇതാണ് ഈ കാണുന്ന പച്ചയാണ് എംപ്ലോയിക്ക് കൊടുക്കുന്ന അക്കോമഡേഷൻ കൊടുക്കുന്ന ഏരിയ. ഇതിവിടെയാണ് വീടുള്ളത്. ഓക്കെ, ഇവിടെയാണ് അക്കോമഡേഷൻ ഉള്ളത്. ഈ പെർട്ടിക്കുലർ ഏരിയ അതിൻ്റെ ചുറ്റും ഒരു 40 കിലോമീറ്റർ റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ 20,000 കൂടുതൽ പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമില്ല. മനസ്സിലായോ? അതായത് ഒരു 40 കിലോമീറ്റർ റേഡിയസിന് ഞാനിങ്ങനെ വരയ്ക്കാം കേട്ടോ. ജസ്റ്റ് ഇമാജിൻ ദിസ് എ 40 കിലോമീറ്റർ റേഡിയസ് സർക്കിൾ. ഇതിങ്ങനെ ഒരു സർക്കിളിനെ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ഓരോ സൈഡിലേക്ക് ഓരോ ദിശയിലേക്ക് നമ്മളിങ്ങനെ പോവുക. അപ്പോൾ 40 കിലോമീറ്റർ റേഡിയസ് സർക്കിളാണിത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ചുറ്റുവട്ടത്ത് 20,000 കൂടുതൽ പോപ്പുലേഷൻ, 20,000 പോപ്പുലേഷൻ കവിയുന്നൊരു സ്ഥലമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ നമുക്ക് താമസം തന്നിരിക്കുന്ന സ്ഥലം ഭയങ്കര ഒരു ഉൾപ്രദേശമാണ്. 40 കിലോമീറ്റർ ചുറ്റളവിൽ പോലും 20,000 കവിയുന്ന ആൾ താമസമുള്ള ഒരു സ്ഥലം വന്നില്ല. ഭയങ്കര ഉൾപ്രദേശമാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഉൾപ്രദേശങ്ങളിൽ 100% ഒരുപാട് വീടുകൾ ഉണ്ടാവില്ല, താമസിക്കാൻ വേറെ ഫെസിലിറ്റീസോ റെൻറ്റിന് സ്ഥലം എടുക്കാനോ PG ആയിട്ട് താമസിക്കാനോ ഒന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പം അത് കാരണം എംപ്ലോയർ എന്താ എംപ്ലോയിക്ക് കൊടുക്കുന്നുവോ അവിടെ താമസിക്കാനേ എംപ്ലോയിക്ക് നിർവാഹമുള്ളൂ. ഒരു മരുഭൂമിയിൽ
അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡാം സൈറ്റിൽ, ഒരു മലയുടെ മുകളിൽ ഒരു ഡാമിൻ്റെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു മൈനിങ് നടക്കുന്ന സ്ഥലത്ത്, അവിടെ ആൾപ്രദേശമില്ലാത്ത സ്ഥലങ്ങളായിരിക്കും, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലങ്ങളായിരിക്കും ഇതൊക്കെ അല്ലേ. അപ്പോൾ അവിടെ എംപ്ലോയർ എന്ത് കൊടുക്കുന്നുവോ അവിടെ എംപ്ലോയി താമസിക്കുന്നു. പെർക്വിസിറ്റിൻ്റെ ലെസൻസിൽ ഞാൻ ലെസൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞത് ഓർക്കണ്ടോ, ഈ പറഞ്ഞ പെർക്വിസിറ്റ്, കൊടുക്കുന്ന പെർക്വിസിറ്റ് ഫുള്ളി ഒഫീഷ്യൽ ആണെങ്കിൽ അതിന് വാല്യൂ വരില്ല എന്ന്. എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണം അല്ലേ, എംപ്ലോയിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എംപ്ലോയിക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അവന് പേഴ്സണൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞ ബെനിഫിറ്റ് പേഴ്സണൽ ആയിരിക്കണം, എന്നാലേ പെർക്വിസിറ്റിൻ്റെ ഒരു കാര്യമുള്ളൂ. ഫുള്ളി ഒഫീഷ്യൽ ആണെങ്കിൽ പെർക്വിസിറ്റിന് ടാക്സബിലിറ്റി ഇല്ല, നോ ടാക്സ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞു അല്ലേ. പേഴ്സണൽ ആണെങ്കിൽ, ഒരു പേഴ്സണൽ അംശം അവിടെ വരുന്നുണ്ടെങ്കിൽ ടാക്സബിലിറ്റി വരും. പക്ഷെ ഇവിടെ ഈ മൈനിങ് സൈറ്റിലോ അല്ലെങ്കിൽ മരുഭൂമിയിലോ അല്ലെങ്കിൽ ഡാം സൈറ്റിലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എംപ്ലോയിക്ക് താമസം കൊടുക്കുകയാണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂടാൻ എംപ്ലോയിയെ കൊണ്ട് പറ്റുള്ളൂ. എംപ്ലോയിക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടെന്നൊന്നും അവിടെ കാണുന്നത് അത്ര എന്താ പറയുക ഫെയർ ആയിട്ടുള്ളൊരു രീതിയല്ല ഇൻകം ടാക്സ് ആക്ടിൻ്റെ സൈഡിൽ അല്ലേ. അതുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് വീട് തന്നെങ്കിൽ ആ വീടിന് ഞങ്ങൾ വാല്യൂ ഒന്നും ഡിറ്റർമൈൻ ചെയ്യേണ്ട പറയണില്ല, അത് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോ, അതിന് ടാക്സ് നിങ്ങൾ അടയ്ക്കണ്ട. ഓൾറൈറ്റ്. സോ accommodation in a remote area at least 40 kilometers away from a township which has a population not exceeding 20,000. അതാണ് റിമോട്ട് ഏരിയ. അത് മൈനിങ് സൈറ്റിലാവാം, ഓൺഷോർ ഓയിൽ എക്സ്പ്ലോറേഷൻ ആവാം, ഡാം സൈറ്റ് ആവാം, പവർ ജനറേഷൻ സൈറ്റ് ആവാം, മരുഭൂമി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോ ടാക്സബിലിറ്റി. ഫൈൻ. നെക്സ്റ്റ്, an employment in the nature of above mentioned scenario. അതായത് മൈനിങ്ങോ ഓയിൽ എക്സ്പ്ലോറേഷനോ ഡാം സൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിനാരിയോ, ഒക്കെ above mentioned scenario. The accommodation provided is temporary in nature and the facility has a floor area of less than 800 square feet. അതായത് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സിനാരിയോ, ഓൾ റൈറ്റ്. അവിടെ ടെമ്പററി ഇൻ നേച്ചറാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അക്കോമഡേഷൻ ടെമ്പററി ആണ് കൊടുക്കുന്നത്. ആൻഡ് ഈ വീടിന് മൊത്തം 800 സ്ക്വയർ ഫീറ്റിന് കൂടുതൽ ഫ്ലോർ ഏരിയ ഇല്ല. And this വീട് is at least 8 kilometers away from a municipality. 8 kilometers away from a municipality. നേരത്തെ എന്താ പറഞ്ഞത്? 40 kilometers away from a place where population does not exceed 20,000 എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ 40 കിലോമീറ്റർ അവേ ഒന്നല്ല, ഇതിന് അടുത്തൊരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 25,000 ആൾക്കാരുള്ള സ്ഥലമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡയഗ്രത്തിലേക്ക് നമുക്ക് പോകാം. ഒരേ ഒരു ചേഞ്ച് ഇവിടെ വരുത്തിയാൽ മതി. ഈ സെയിം ഡയഗ്രത്തിൽ ഒരേ ഒരു ചേഞ്ച് നമ്മളിവിടെ വരുത്തിയാൽ മതി. അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ ചുറ്റളവ്, ഓക്കെ, ചുറ്റളവിൽ ഒരു 8 കിലോമീറ്റർ ഏരിയയിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. ഒരു 8 കിലോമീറ്ററിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. അപ്പോൾ ഈ നീലയിൽ കാണുന്നത് ഓരോ മുനിസിപ്പാലിറ്റീസ് ആണെന്നായിരിക്കും. നേരത്തെ ഓരോ സ്ഥലങ്ങളായിരുന്നു, അതിപ്പോൾ ഒരു മുനിസിപ്പാലിറ്റീസ് ആയിരിക്കും. ഇപ്പോൾ ഈ 8 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. അത് 40 കിലോമീറ്റർ ദൂരമൊന്നുമല്ല, ജസ്റ്റ് 8 കിലോമീറ്റർ ദൂരെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതിൻ്റെ ചുറ്റളവിൽ 8 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മുനിസിപ്പാലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ വീട് കൊടുത്തിരിക്കുന്നത് ഒരു ടെമ്പററി ആണെങ്കിൽ, ടെമ്പററി ആവണം, ടെമ്പററി ആണ്, നിർബന്ധമാണ്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്. കൂടാതെ ഇതിന് മൊത്തം ഒരു 800 സ്ക്വയർ ഫീറ്റിന് താഴെ ഏരിയ ഉള്ളൂ. 800 സ്ക്വയർ ഫീറ്റ് കവിയുന്നില്ല. ഇഫ് ദാറ്റ്സ് ദ കേസ് ഇതിനെയും ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്തോ. സിമ്പിൾ. യെസ്. നെക്സ്റ്റ്, on account of transfer the employee is provided with an accommodation at the new place of posting while retaining the accommodation at the old place. സേ നിങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. കൊച്ചിനിൽ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് പ്ലേസ് ഓഫ് റെസിഡൻസ് തന്നിരുന്നു, ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ തന്നിരുന്നു. ബോംബെയിലേക്ക് മാറിയപ്പോൾ ബോംബെയിലും തന്നിരുന്നു ഒരു റെന്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് നിങ്ങൾ. യു ഗൈസ് ആർ ഗെറ്റിംഗ് ട്രാൻസ്ഫർഡ്. ദി എംപ്ലോയി ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓൾഡ് പ്ലേസും ഉണ്ട്, ന്യൂ പ്ലേസും ഉണ്ട്. ഓൾഡ് പ്ലേസ്, ന്യൂ പ്ലേസ് അല്ലേ. നമ്മുടെ കേസിൽ ഇത് കൊച്ചിൻ, ഇത് മുംബൈ. രണ്ട് സ്ഥലത്തും എംപ്ലോയർ RFA കൊടുക്കുന്നു, രണ്ട് സ്ഥലത്തും. ഇപ്പം 2 വീടായല്ലേ, 2 വീടായി. ഇൻകം ടാക്സ് ആയിട്ട് എന്താ പറയുന്നത് അറിയാമോ? അപ് ടു 90 ഡേയ്സ് ഇത് രണ്ടും നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് രണ്ടും ഒക്യുപ്പൈ ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ അപ് ടു 90 ഡേയ്സ് ടാക്സ് ഓൺലി 1 ഹൗസ്. ടാക്സ്
only one house. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് ട്രാൻസ്ഫർ ആയി. എൻ്റെ ഫാമിലിയെ ഞാൻ കൊണ്ടുപോയില്ല. ഫാമിലി കൊച്ചിയിലുള്ള RFA തന്നെ താമസിക്കുകയാണ്. ഞാൻ ബോംബെയിലേക്ക് താമസം തുടങ്ങി. 90 ദിവസം വരെ, അത് റഫായി പറഞ്ഞൊരു 3 മാസം വരെ ഞാനിത് ഏതെങ്കിലും ഒരു വീടിൻ്റെ എൻ്റെ ചോയ്സിന്, വില കുറഞ്ഞ വീടല്ല ഞാൻ എടുക്കുള്ളൂ, അപ്പോൾ വില കുറഞ്ഞ വീടിൻ്റെ വാല്യൂ എൻ്റെ ടാക്സബിൾ സാലറിയിൽ ആഡ് ചെയ്യും. ഇനി ആഫ്റ്റർ 90 ഡേയ്സ് എന്ത് പറ്റും? ആഫ്റ്റർ 90 ഡേയ്സ് both houses taxed. 90 ദിവസം കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള വീടിനും മുംബൈയിലുള്ള വീടിനും ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം എന്താ ഇൻകം ടാക്സ് ആക്ട് അവിടെ പറയണേ? ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഒരു 90 ദിവസം ടൈം തരാം. 90 ദിവസത്തിൽ പഴയ വീട് വിട്ടിട്ട് പുതിയ സ്ഥലത്തേക്ക് ഫാമിലിനെയും കൊണ്ടേക്കോ, പിന്നെ പഴയ വീട് ഉപയോഗിക്കുക വേണ്ട. അപ്പം ഞാൻ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാമിലിനെ മൊത്തം ബോംബെയിലേക്ക് വിട്ടു. ഫാമിലി മാറി. അപ്പോൾ ഇതിൽ ആരുമില്ല, നോബഡി, ഇവിടെ ആരുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ബോംബെ മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ. പക്ഷെ അല്ല, 3 മാസം 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ മാറ്റിയില്ലെങ്കിൽ, 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 2 വീട് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വീടിൻ്റെ വാല്യൂ എനിക്ക് ടാക്സബിൾ ആവും. അപ് ടു 90 days only one house will be taxed. Clear? That's the 4th category. Simple, right? ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാം. സോ നമ്മുടെ 90 days ട്രാൻസ്ഫറിൻ്റെ കേസും പഠിച്ചു. നെക്സ്റ്റ്, accommodation provided to High Court, Supreme Court judges, officer of Parliament, union minister, leader of opposition in Parliament, serving chairman or members of the UPC. അത് ഹൈക്കോടതിയുടെ സുപ്രീം കോടതി ജഡ്ജസിന് കൊടുക്കുന്ന വീട്, അവർക്കത് ഫ്രീയാ. പാർലമെൻറ്റിൻ്റെ ഓഫീസേഴ്സ് അവർക്ക് ഫ്രീയാ. യൂണിയൻ മിനിസ്റ്റേഴ്സ് അവർക്ക് ഫ്രീയാ. യൂണിയൻ മിനിസ്റ്റേഴ്സ് മാത്രമല്ല, അവരുടെ ഒപ്പോസിഷൻ ലീഡർ അവർക്ക് ഫ്രീയാ. UPSCയുടെ സെർവിങ് ചെയർമാനും സെർവിങ് മെമ്പേഴ്സിനും ഫ്രീയാ. ക്ലിയർ? ഇത്രയും സാഹചര്യങ്ങളിൽ വീട് കിട്ടിക്കഴിഞ്ഞാൽ വീടിന് ടാക്സബിലിറ്റി കൊടുക്കണ്ട. അപ്പം എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു? കേസസ് വേർ RFA ഇസ് എക്സെംപ്റ്റ് അല്ലേ? ഏതൊക്കെയായിരുന്നു അത്? ഒരു 4-5 കേസസ് നമ്മൾ കണ്ടു, റൈറ്റ്? 4-5 കേസസ് കണ്ടു, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. 4 കേസ് ഏതൊക്കെയായിരുന്നു നമുക്കൊന്ന് പെട്ടെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. The 4 cases were, number one was remote area, right? remote ഏരിയയിൽ സ്റ്റേ കൊടുക്കുന്നു. റിമോട്ട് ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നറിയാലോ? 20,000 കൂടുതൽ പോപ്പുലേഷൻ ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് മിനിമം 40 കിലോമീറ്റർ ദൂരെ. നമ്പർ 2 വാസ് റിമോട്ട് ഏരിയ അല്ല, സിമിലർ കേസാണ്. സിമിലർ കൈൻഡ് ഓഫ് വർക്ക്. സിമിലർ വർക്ക് ഇൻ റിമോട്ട് ഏരിയ, ബട്ട് 8 kilometers away from municipality. 8 kilometers from municipality. ഫൈൻ, അതായിരുന്നു സെക്കൻഡ്. ഇവിടെ പക്ഷെ ടെമ്പററി ആയിരിക്കണം, വീടിന് 800 square feet കടക്കാനും പാടില്ല അല്ലേ? ടെമ്പററിയും വീടിന് 800 square feet കൂടുതൽ സ്ഥലവുമില്ല. ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ 40 kilometer ഫ്രം എ പ്ലേസ് വിച്ച് ഹാസ് പോപ്പുലേഷൻ നോട്ട് എക്സീഡിങ് 20K. റൈറ്റ്, അതാണ് പറഞ്ഞിരുന്നത്. റിമോട്ട് ഏരിയ ആയിട്ട് നമ്മൾ എന്താ കേസാണ്ടേ? ട്രാൻസ്ഫറിൻ്റെ കേസ് കണ്ടു അല്ലേ? അത് 90 ദിവസം വരെ, അപ് ടു 90 days, one house taxed. ആഫ്റ്റർ 90 days 2 വീടിലും ആളുണ്ടെങ്കിൽ, 2 വീട് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ 2 houses taxed. ഫൈൻ. ആൻഡ് ലാസ്റ്റ് കുറച്ച് സ്പെഷ്യൽ അസസീസിൻ്റെ കേസ് കണ്ടു. അവർക്കൊക്കെ ഫ്രീ. ആരൊക്കെയായിരുന്നത്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് ജഡ്ജസ്, അസസീസ്, സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അസസീസ്. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് ജഡ്ജസ്, മെമ്പർ ഓഫ് ദി UPSC സെർവിങ് ചെയർമാൻ, പിന്നെ ആരൊക്കെയാണ്? യൂണിയൻ മിനിസ്റ്റേഴ്സ്, ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അവരുടെയൊക്കെ കേസസിന് എക്സെംപ്റ്റ് ആണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ഹൗസ് റെൻറ്റ് അലവൻസ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. അപ്പോൾ ഒന്നും കൂടെ ഫസ്റ്റ് തൊട്ട് ഞാൻ സമ്മറൈസ് ചെയ്ത് തരാം. RFA എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എംപ്ലോയി ആരാന്നുള്ളതിൻ്റെ ബേസിസിൽ ഗവൺമെൻറ് ആണോ പ്രൈവറ്റ് ആണോ എന്നൊരു സ്പ്ലിറ്റ് ചെയ്യും. പ്രൈവറ്റ് ആണെങ്കിൽ വീട് ഓൺഡ് ആണോ ഹയേർഡ് ആണോ എന്ന് പറഞ്ഞ് നോക്കും. ഓൺഡ് ആണെങ്കിൽ പോപ്പുലേഷൻ്റെ ബേസിസിൽ സ്പ്ലിറ്റ് ചെയ്യും. പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ താഴെ, 10 ലക്ഷം
ത്തിൽ കൂടുതൽ ബട്ട് ലെസ് ദാൻ 25 lakhs, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 lakhs. മൂന്നാമത്തെ കാറ്റഗറി പോപ്പുലേഷൻ 25 ലക്ഷത്തിലും കൂടുതൽ. റൈറ്റ്. ഗവൺമെൻറ് ആണെങ്കിൽ ലൈസൻസ് ഫീ, ഈ ബാക്കിയുള്ള കേസസിൽ സാലറിയുടെ ബേസിലൊരു കമ്പ്യൂട്ടേഷൻ. ഹയേർഡ് ആണെങ്കിൽ ലോവർ ഓഫ് 15% സാലറി ഓർ ആക്ച്വൽ ഹയർ ചാർജസ്. ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാം കേട്ടോ ഞാൻ. 10 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ വരുന്ന ഓൺഡ് ഹൗസ് ആണെങ്കിൽ 7.5 7.5% ഓഫ് സാലറി, ഇവിടെ 10% ഓഫ് സാലറി, ഇവിടെ പിന്നെ 15% ഓഫ് സാലറി. ഇതിൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഫർണിഷിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ കമ്പ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് RFA. സാലറിയിൽ എന്തൊക്കെ വന്നെന്ന് പഠിച്ചു. ഹോട്ടൽസ് ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഹോട്ടൽസ് ആണെങ്കിൽ 24%, ഹോട്ടൽസ് ആണെങ്കിൽ ലോവർ ഓഫ് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജസ് പെയ്ഡ്, ഹയർ ചാർജസ് പെയ്ഡ്. ഓർക്കുക, അപ്പോയിൻമെൻറ്റോ ട്രാൻസ്ഫറോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹോട്ടൽ സ്റ്റേ ആണെങ്കിൽ 15 ദിവസം കവിയുന്നില്ലെങ്കിൽ അവിടുത്തെ സ്റ്റേ ഇസ് ലെസ് ദാൻ ഓർ ഡസ് നോട്ട് എക്സീഡ് 15 days എന്നാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അത് 15 ദിവസം വരെ ആവാം. അങ്ങനെയാണെങ്കിൽ നോ ടാക്സ്. ക്ലിയർ ആണേ? സിമ്പിൾ ആണേ? യെസ്. സോ ഐ എം ഹോപ്പിംഗ് യു ഗോട്ട് എ റിയലി ഗുഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഹോൾ topic. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ please feel free to reach out. I am here to provide any sort of assistance that you would require. So yes, with that said, I am closing my video. See you in my next video wherein I explain about the next set of perquisites. Take care and goodbye.